തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ലക്ഷ്യമിട്ട പ്രതിപക്ഷം തന്ത്രിയെ ചാരി മുൻ മന്ത്രിയെ രക്ഷപ്പെടുത്താൻ ശ്രമമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തന്ത്രിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച ബിജെപി കടകംപള്ളിയെ രക്ഷപ്പെടുത്താനാണ് അറസ്റ്റ് എന്ന ആരോപണവുമായി രംഗത്തെത്തി. സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നിൽ പാർട്ടിയിലെയും സർക്കാരിലെയും ഉന്നതരെന്ന പ്രതിപക്ഷ ആരോപണം പൊളിഞ്ഞെന്നാണ് CPM നിലപാട്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള CPM നേതാക്കളെ ചൂണ്ടിയായിരുന്നു സ്വർണ്ണക്കവർച്ച കേസിൽ ഇതുവരെ കോൺഗ്രസ് പ്രചാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വോട്ടായി മാറിയിട്ടുണ്ടെന്നും UDFന് അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണായുധമായി UDF അതിനെ കരുതി വെച്ചിട്ടുമുണ്ട്. അതിനിടെയാണ് തന്ത്രി കണ്ഠരര് രാജീവർ അഴിക്കുള്ളിലാകുന്നത്. ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് തന്ത്രിയെന്നാണ് SITയുടെ നിലപാട്. അതോടെയാണ് കടകംപള്ളിക്കെതിരായ ആരോപണ മുനയ്ക്ക് മൂർച്ച കൂട്ടാനുള്ള കോൺഗ്രസ് തീരുമാനം. നിയമത്തിന്റെ വഴിക്ക് പോകണം. എല്ലാവർക്കും ബാധകമാണ് നിയമം. അക്കാര്യത്തിൽ ഞങ്ങൾക്കെതിരെ അഭിപ്രായമില്ല. പക്ഷേ തന്ത്രിയിൽ ചാരി മന്ത്രി രക്ഷപ്പെട്ടു പോകുമെന്നുള്ള കാര്യം സംശയം സമൂഹത്തിലുണ്ട്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയിലും കോൺഗ്രസ് സംശയം ഉന്നയിക്കുന്നു. സർക്കാരിന് അനുകൂലമുള്ള ചില ഉദ്യോഗസ്ഥന്മാരും SITയിലും നുഴഞ്ഞു കയറിയെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ കയറിയെന്നുള്ളതും കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അതിനിടെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് പരസ്യ പിന്തുണയുമായി BJP രംഗത്തെത്തി. മകരവിളക്ക് ദിവസം വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി തെളിയിച്ച് പ്രതിഷേധിക്കാനും തീരുമാനം. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയമായി ഗുണം ചെയ്തുവെന്ന് വിലയിരുത്തുമ്പോഴും കരുതലോടെയാണ് CPMന്റെ പരസ്യ പ്രതികരണം. തന്ത്രിയെ പിടിക്കാൻ പാടില്ലെന്ന ആരെല്ലാനോ പിടിക്കുന്നവരെല്ലാം പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ സ്വർണ്ണക്കവർച്ച കേസിലെ അന്വേഷണം തന്ത്രിയിൽ അവസാനിക്കുമോ എന്നതാണ് നിർണായകം. മീഡിയ 1 തിരുവനന്തപുരം.